ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ഫാസിസം യൂറോപ്പിൽ വാണിരുന്ന കാലത്ത് ഫ്രാൻസിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അരിസ്റ്റസ് മെൻഡസ്. അദ്ദേഹം പോർച്ചുഗൽ എംബസിയുടെ ഫ്രാൻസിലുള്ള മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാരെ തേടി ഫ്രാൻസിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര തുടങ്ങി എന്ന് കേട്ടപ്പോൾ എല്ലാ ജൂതന്മാരും മരണവെപ്രാളം കൊണ്ട് ഈ എംബസിയിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. എന്നിട്ട് അപേക്ഷിച്ചു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് പോർച്ചുഗലിലേക്ക് കടക്കുവാനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കി തരണം. അപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ അധികാരികളെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറുപടിയും കിട്ടുന്നുണ്ട്. അതിങ്ങനെയാണ്: ആ കാണുന്നവരെല്ലാവരും അവരെ കിടന്ന് മരിച്ചാലും ഒരാളെ പോലും നമ്മുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല. അദ്ദേഹം ഫോൺ വെച്ചിട്ട് ആ മനുഷ്യരെ ഒന്നുകൂടി നോക്കുന്നുണ്ട്. മരണഭയം കൊണ്ട് വിറയ്ക്കുന്ന അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നിയമങ്ങൾ അനുസരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ ആ മനുഷ്യൻ അവരുടെ പേപ്പറുകളെടുത്ത് ഓരോന്നായി ഒപ്പിടാൻ തുടങ്ങി. അങ്ങനെ 1.5 ദിവസം കൊണ്ട് ഉറക്കം പോലും ഉപേക്ഷിച്ച് ആ മനുഷ്യൻ അനവധി പേരുടെ പേപ്പറുകൾ ശരിയാക്കി കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഉറക്കം പോലുമില്ലാതെ ആ മനുഷ്യൻ ബോധം കെട്ട് വീഴുമ്പോൾ 30,000-ഓളം പേരുടെ ജീവിതം അദ്ദേഹം പോർച്ചുഗലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തെ പോർച്ചുഗൽ ഗവൺമെൻറ് രാത്രി വിളിക്കുകയും നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? നിയമത്തെക്കാളുപരി അപരനെ കാണുവാനുള്ള കണ്ണ് ആ മനുഷ്യന് ഉണ്ടായിരുന്നതാണോ? ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഒരു ചോദ്യത്തോടു കൂടെയാണ്: ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം 3 തവണ സുവിശേഷത്തിൽ ആവർത്തിക്കുന്നത് കാണാം. ആദ്യത്തെ ചോദ്യത്തിന് ഉള്ള ഉത്തരം യോഹന്നാൻ കൊടുക്കുന്നത് 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ്. പിന്നെയും ചോദിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഭക്ഷണമുള്ളവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. പിന്നെ ചോദിക്കുന്നത് ചുങ്കക്കാരാണ്. അവരോട് യോഹന്നാൻ പറയുന്നു, ആവശ്യത്തിൽ കൂടുതൽ ആരിൽ നിന്നും ഈടാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ 3 ഉത്തരങ്ങളും ഒരുപോലെ വിരൽ ചൂണ്ടുന്നത് അപരനിലേക്കാണ്. അപരനെക്കുറിച്ച് ചിന്തയുണ്ടാവണം. അപരനെ കാണുവാനുള്ള കണ്ണ് നമുക്കുമുണ്ടാകണം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം മറ്റാരുമല്ല, അത് യേശു ക്രിസ്തുവാണ്. കാരണം യേശു തൻ്റെ ഓരോ അത്ഭുതവും പ്രവർത്തിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യേശു 5 അപ്പം 5000 പേർക്ക് വേണ്ടി വിഭജിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്: അവന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. ഇതുപോലെ മറ്റുള്ളവരെ കാണുവാനുള്ള കണ്ണ് പരിശുദ്ധ മറിയത്തിനുമുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ വീഞ്ഞ് തീരാറായി എന്ന് ആദ്യം മനസ്സിലാക്കിയതും ഈ പരിശുദ്ധ മറിയമാണ്. ഇനി ചരിത്രത്തിലേക്കൊന്ന് കടന്നു പോകാം. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരു വക്കീലായിരുന്നു. എന്തുകൊണ്ടാണ് ഗാന്ധി തൻ്റെ വക്കീൽ കുപ്പായം വേണ്ടെന്ന് വെച്ചത്? അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. നാം ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ആദ്യ രൂപമായ ടെലഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാം ബെല്ലാണ്. ഒന്നോർക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ചെവി കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ടെലഫോൺ കണ്ടുപിടിച്ചത്? അത് അപരന് വേണ്ടിയാണ്. ഇറോം ശർമിള പട്ടിണി കിടന്നത് ആർക്ക് വേണ്ടിയാണ്? അത് അപരന് വേണ്ടിയാണ്. ഒരു സിദ്ധാർത്ഥനും അപരനെ കേൾക്കാതെ ബുദ്ധനായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞു വെച്ചത്, നിങ്ങൾ മറ്റുള്ളവർക്കായി ജീവിക്കാത്ത ജീവിതം നിങ്ങളുടെ ആയുസിൻ്റെ ഭാഗമായിട്ട് കൂട്ടിക്കൂടാ. ഭാരതീയ ദൈവസങ്കല്പത്തിൽ ഈശ്വരനെ വിളിക്കുന്നത് ഭഗവാൻ എന്നാണ്. ഇതിൻ്റെ മറ്റൊരർത്ഥം പങ്കുവയ്ക്കാനുള്ളവൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ പങ്കുവയ്ക്കാനുള്ള മനോഭാവം എനിക്കുണ്ടോ? മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരെ കാണാൻ, അപരനെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപരനെ കാണുവാനുള്ള ഒരു കണ്ണുണ്ടാവട്ടെ. അപരനിൽ ദൈവത്തെ കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആഗമന കാലത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ക്രിസ്തുമസിനൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അപരനെ ഉൾക്കൊള്ളാൻ വേണ്ടത്ര ഹൃദയവിശാലത നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയത്തിനാവുക? ഈ ചെറിയവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ക്രിസ്തുവാക്യം നമുക്ക് ഓർക്കാം. അപരനെ കാണുവാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടാവട്ടെ.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.